ഹലോ ഫ്രണ്ട്സ്, അച്ചി കിച്ചണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 2-3 സവോള ചെറുതാക്കി കൊത്തി അരിയണേ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂണ്, 2 സ്പൂണ് മുളക് പൊടി, ഇതെല്ലാം കൂടി നല്ലതുപോലെ ഞെരടിയെടുക്കണേ. സവോളയുടെ കൂടെ ഇട്ട് കുറച്ച് മൈദാപ്പൊടിയും ചേർത്ത് ഇളക്കി നല്ലതുപോലെ ചേർക്കണം. ഒരുപാട് മൈദാമാവ് ചേർക്കല്ലേ, സവോള കൂടുതലായിട്ട് നിൽക്കണേ. ഉപ്പും ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണേ. ഞെരടി എന്നിട്ട് ചെറിയ ചെറിയ ബോളുകളാക്കി എല്ലാം ഉരുട്ടി വയ്ക്കണേ. ഒരു പാനിൽ എണ്ണ ചൂടാകാൻ വയ്ക്കണം. എണ്ണ തിളയ്ക്കുമ്പോൾ ഓരോ ഉരുളകളും പെറുക്കിയിടണം. ചെറുതീയിൽ വേണം വയ്ക്കാനേ. എന്നിട്ട് ആ ഉരുളകൾ ഗോൾഡൻ കളർ ആകുന്നത് വരെ തിരിച്ചും മറിച്ചു വിട്ട് വേവിച്ചെടുക്കണം. എന്നിട്ട് ഗോൾഡൻ കളർ ആകുമ്പോൾ അത് കോരി മാറ്റി വയ്ക്കണേ. വേറൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിക്കണം. അതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതാക്കി കൊത്തി അരിഞ്ഞ്, 2 പച്ചമുളകും ചെറുതാക്കി അരിയണം, 1 സവോള കൊത്തി അരിഞ്ഞതും, ഇതെല്ലാം കൂടി ചെറുതീയിൽ ഇളക്കി നല്ലതുപോലെ വഴണ്ട് വരണം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് ചേർക്കണേ. എന്നിട്ട് അതും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് ശകലം വെള്ളം ചേർത്ത് ഒന്ന് തിളയ്ക്കാൻ വെക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്നത്, നമ്മൾ സവോളയുടെ ബോളുകൾ വറുത്ത് കോരി വെച്ചിട്ടില്ലേ, അതിട്ട് കൊടുക്കണം. ഇതെല്ലാം കൂടി എന്നിട്ട് ഇളക്കി കൊടുക്കണം. കുറച്ച് കരിയാപ്പിലയും കൂടെ ചെറുതാക്കി കൊത്തി അരിയണേ. ചിലർക്ക് മല്ലിയില ഇഷ്ടമില്ല, അവരിടണ്ട. മല്ലിയില ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കണേ. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് അങ്ങനെ നമ്മുടെ സവോള മഞ്ചൂരിയൻ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പറാണ്. ഫീഡ്ബാക്ക് അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.